പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അല്പസമയത്തെ ദൈവന ശുശ്രൂഷയ്ക്കായി നാം തുടർമാനമായി വായിച്ചു വരുന്ന വേദഭാഗങ്ങൾ വായിക്കാം. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. സ്തോത്രം. യൂദായുടെ ലേഖനം 3-ാമത്തെ. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. പ്രാവശ്യം കൂടെ എക്സ്റോസ് മീഡിയ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരുസിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ഏവർക്കായിട്ട് സ്തോത്രം. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് സഹായിക്കണമേ. വചനത്തിന്റെ വാതിലുകൾ തുറക്കണമേ. യാതൊരു തടസ്സവും പ്രയാസവും ഒന്നും ഉണ്ടാകാതെ കർത്താവ് സഹായിക്കണമേ. സകലത്തിനായി അങ്ങയെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു പാട്ട് പാടി ചില വരികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ല ഭൂവിലാനുദിനം നീലാവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂവിലാനുദിനം നീലാവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ക്ലേശിപ്പാന്റെ വാലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാന്റെ വാലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറ ദൈവദൂത പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂത പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു 3-ാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു 3-ാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കിടാൻ നൽകി. പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കിടാൻ നൽകി. പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി. ദൈവദൂതൻ വീണകൾ മീട്ടിടാറായി. ദൈവദൂത പൊൻവീണകൾ മീട്ടിടാറായി. പാടുവിൻ നവഗാനമാറി ഇപ്പിൻ സുവിശേഷം ദൈവരാജ്യം ആസന്നമായി. മനം തിരിവേ ഓ പാടുവിൻ സുഗാനമാറി. പിൻ സുവിശേഷം ദൈവരാജ്യമാസന്നമായി. മാനം തിരിവീൻ. മതിലുകൾ തകർത്തിടാനുടനുവിൻ. കാഹളം മുഴക്കിടാം ദൈവജനമേ. യഹോവിൻ മതിലുകൾ തകർത്തിടാനുണരുവിൻ. കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറ. ദൈവദൂത പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂത പൊൻവീണകൾ മീട്ടിടാറായി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു, അദ്ദേഹത്തോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നാം തുടർമാനമായി ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. യൂദായുടെ ലേഖനത്തിന് പദാനുപദമായ ഒരു വചന ശുശ്രൂഷയല്ല, മറിച്ച് ആ ഒരു പദത്തിൽ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നാളുകളിലൊക്കെയും ദൈവനം സംസാരിപ്പാനൊക്കെ ഇടയായി തീർന്നത്. ആവർത്തന വിരസത ഉണ്ടായില്ല എന്ന് കരുതുന്നു. ഇന്ന് രാത്രിയിലും
നമുക്ക് ദൈവമുമ്പാകെ ഒരുമിച്ചായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നാം യൂദ നൽകിയ മുന്നറിയിപ്പിനെ, അത് യൂദ മാത്രമല്ല, കർത്താവും മറ്റിതര ശിഷ്യന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ആ കാര്യം നമുക്ക് ഒന്നുകൂടെ നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കയില്ല. മത്തായി 7:15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളി. കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. കള്ളപ്രവാചകന്മാർ, അവരുടെ പക്കലും വേദപുസ്തകമുണ്ട്, അവരും അവകാശപ്പെടാറുണ്ട് ഞങ്ങളും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പല കാര്യങ്ങളും സിദ്ധാന്തങ്ങളും അവർക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ ആടുകളെ പോലെയാണ് വരുന്നത്, ആടുകളെ പോലെ. പക്ഷെ ചെന്നായ്ക്കളാണ്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. പഴയ നിയമത്തിൽ അങ്ങനെ വന്ന രണ്ടുപേരെ കുറിച്ച് കാണുന്നത്, യെരൂശലേമിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നെഹമ്യാവ്, എസ്ര, ആദ്യാവിന്റെ അടുക്കലേക്ക് വന്ന സൻബല്ലത്തും തോബിയാവും. അവര് രണ്ടും വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഞങ്ങളും നിങ്ങളെന്ന പോലെ തന്നെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ മതിലുപണിയിലും ആലയത്തിന്റെ പുനഃപണിയിലും നിർമ്മാണത്തിലും ഒക്കെ ഞങ്ങൾക്കും പങ്ക് ഓഹരിയൊക്കെ വേണം. അവിടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പണിയട്ടെ എന്ന് നെഹമ്യാവിനോട് പറയുവാനിടയായി തീർന്നു. ഈ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും ആരാധിക്കുന്നവരാണ്, ആരാധിച്ചവരാണ്. അതാണ് ശരി പറഞ്ഞത്. അതുകൊണ്ട് ഈ ആലയം പണിയുവാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ഞങ്ങൾക്കും അതിന് അവകാശമുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഈ ദൈവത്തെ വിളിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളോടുകൂടെ ഞങ്ങൾ പണിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, നെഹമ്യാവും കൂടെയുള്ളവരും പറഞ്ഞത് പാടില്ല. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ പണിതോളാം. ഇത് പണിയുന്നതിന് നിങ്ങളുടെ ആരുടെയും, എസ്രായുടെ പുസ്തകമാണ് 4-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം കാണാൻ സാധിക്കും. കർത്താവ് പറഞ്ഞ കാര്യമാണ്. അവർ കള്ളപ്രവാചകന്മാരാണ്. അവർ എന്ത് ചെയ്യും? ആടുകളുടെ വേഷം ധരിച്ചു വന്ന് നിങ്ങളെ തെറ്റിക്കും. അപ്പം നന്മ പറയാനും ദൈവകാര്യം പറയാനും ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും അല്ല ഇവര് വരുന്നത്. ഇവര് വരുന്നത് ജനത്തെ തെറ്റിക്കാനാണ്. അവർ ആടുകളുടെ വേഷം പോട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. നമുക്ക് നോക്കാം എസ്രായുടെ പുസ്തകത്തില് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നുവെന്ന് യഹൂദയുടെയും ബെന്യാമീന്റെയും വൈരികൾ കേട്ടപ്പോൾ. ആരാ? യഹൂദയുടെയും ബെന്യാമിന്റെയും വൈരികൾ, ശത്രുക്കളാ. അവര് കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും. നോക്കുക, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്നതുപോലെ, നിങ്ങളെപ്പോലെ തന്നെ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, മീശയെടുത്തവരാണ്, ആഭരണം ഊരിയവരാണ്, വെള്ളഷട്ടിട്ടവരാണ്, തലയിൽ തുണിയിടുന്നവരാണ്, എന്തെല്ലാം പറയാൻ പറ്റുമോ? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇതെല്ലാം പറഞ്ഞു. നിങ്ങളെന്ന പോലെ തന്നെ ഞങ്ങളും അന്വേഷിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ എസർ ഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. അവർ ഞങ്ങൾ യാഗം കഴിക്കുന്നവരാണ്, ഞങ്ങൾ യോഗത്തിന് പോകുന്നവരാണ്. പക്ഷെ ഇവരെ കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവരിങ്ങനെ അവകാശപ്പെടും, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി
നിങ്ങളെപ്പോലെ തന്നെ നിൽക്കുന്നവരാണെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ചെയ്ത കാര്യം ഇവരോടുകൂടെ പണിയുവാനായിട്ട് താല്പര്യപ്പെട്ടു വന്നപ്പോൾ പണിയുവാൻ അവസരം കൊടുത്തില്ല. കാരണം ഇവരകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കലാണെന്നും പുറമേ കാണുന്നത് പോലെ അല്ല എന്നും എസ്രായിക്കും നെഹമ്യാവിന് ബോധ്യമായി. അതുകൊണ്ട് അവരോട് പറഞ്ഞ മറുപടി സ്തോത്രം. അതിനെ സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. ഇരുളും വെളിച്ചവും തമ്മിൽ യോജിക്കത്തില്ല. ബലിയാലും കർത്താവിന്റെ ഉപദേശവും തമ്മിൽ യോജിക്കത്തില്ല. നിങ്ങൾക്ക് തമ്മിൽ കാര്യമൊന്നുമില്ല. ആർസി രാജാവായ കോരേസ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിച്ച ഉത്തരവ് പോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതുകൊള്ളാം, ഞങ്ങൾ തന്നെ പണിയാമെന്ന് ഇവര് പറഞ്ഞപ്പോ പിന്നെ നടക്കുന്നത് ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷേമം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. നോക്കുക, ഞങ്ങളും കൂടെ പണിയാമെന്ന് പറഞ്ഞ് പണിയാമെന്നവർ ഇപ്പൊ ചെയ്തത് പണിയുന്നവരെ പേടിപ്പിച്ച് പണി മുടക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. അവര് അകമേ കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവരാണ്. ഇരുതോണിയിൽ കാലുവെക്കുന്നവരാ. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്യുന്നവരാ. അവർ ചെയ്ത അടുത്ത കാര്യമാണ്, അവര് ജനത്തിന് ധൈര്യക്ഷയം വരുത്തി അവർ പണിയെ മുടക്കുക മാത്രമല്ല പിന്നത്തേതിൽ നിന്ദിക്കുവാനും പരിഹസിക്കാനും തുടങ്ങി. അതാണ് നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. നോക്കുക, പണിയിക്കണം, ഞങ്ങളും കൂടെ പണിയുമെന്ന് പറഞ്ഞു വന്നവർ പണിയാൻ അവരെ സമ്മതിക്കാതെ വന്നപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് അറിയാവുന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയപ്പോൾ അവരിപ്പോൾ പരസ്യമായ വെല്ലുവിളിയും നിന്നയും പരിഹാസം എന്നൊക്കെ അവർ പറയാണ്, നിങ്ങൾ എന്ത് പണിയാൻ പോകുന്നത്? അവർ പറയാ, നിങ്ങളുടെ കൽമണിൽ 2 മുതൽ ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? നോക്ക്, അവർ ഒന്ന് ഈ പണിയാൻ വന്നവരെല്ലാം ആകെ പരിഹസിച്ച് അവർക്ക് ധൈര്യക്ഷയം വരുമാറ് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ധൈര്യം ചോർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ദുർബലന്മാരാണ്. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്നാ ചെയ്യാൻ പോവുക? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? പരിഹസിക്കുക. ഒരു ദിവസം കൊണ്ട് പണി ശരിയാകുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. നോക്കുക, എല്ലാവരും കേൾക്കെ ജനത്തെ അവര് നിന്ദിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു, എന്നിങ്ങനെ അവൻ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. സ്തോത്രം. പണിയാമെന്നവരാ. അവര് പറയാണ്, ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. അവർ എങ്ങനെ ഇവർ പണിതാലും ഇവർ കൽമണിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. ഇന്നിവർ നേരത്തെ ഒരു പാരമ്പര്യം പറഞ്ഞില്ലേ? ഇന്ന് പലരും പാരമ്പര്യം പറഞ്ഞതാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതാ, ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടേ കൊണ്ടുവരാൻ പറഞ്ഞത്. മുൻകാല പാരമ്പര്യം പറയുന്നവർ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് അടിത്തറ കേരളത്തിൽ അടിത്തറയിട്ടത് ഒരു വ്യക്തിയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവം അതിനെ പലരും ഉപയോഗിച്ചു. പക്ഷെ ചിലരും അതിന് പ്രത്യേകമായ മേനിയും അതിന്റെ അവകാശവാദവും ഉന്നയിക്കുന്നെങ്കിലും പുറത്ത് വരാതിരിക്കുന്ന ഒത്തിരി പേർ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ബന്ധപ്പെട്ടു എന്നുള്ളതാ. ഒരു വീട് പണിയെ പോലെ അടിത്തറയിൽ കല്ലിടുന്നത് പോലെ അടിയിരിക്കുന്ന കല്ലാരും കാണുന്നില്ല. മീതെയുള്ള കെട്ടിടവും അതിന്റെ വർക്കുകളും ആളുകൾ കാണുന്നത്. മുറിക്കകത്തെ ഫർണിഷ് ചെയ്തതും അതിനകത്തെ ഇപ്പോഴത്തെ ഡെക്കറേഷനും ഒക്കെ ആളുകൾ കാണുന്നത്. എന്നാൽ അതിന് അടിത്തറയിട്ടത് പലരും കാണുന്നില്ല. എന്ന് പറഞ്ഞ പോലെ പെന്തക്കോസ്തിന്റെ പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നപ്പോൾ അതിനുവേണ്ടി വില കൊടുത്തവർ ദൈവപരിശുദ്ധാത്മാവ് ഉപയോഗിച്ച ഒത്തിരി പേർ മറിഞ്ഞിരിപ്പുണ്ട്. ഇത് നാം ചില ഇതിനകത്ത് കാണുന്നത് പോലെ എണ്ണപ്പെട്ട ചില വ്യക്തികളുടെ പേരെ പുറത്തു വന്നിട്ടുള്ളൂ. അവരൊക്കെ പലരും ഈ പറഞ്ഞ പോലെ ഇത് പൊളിക്കാൻ നോക്കിയവരാ പലരും. പക്ഷെ അത് പൊളിക്കാൻ പറ്റിയില്ല. തകർക്കാനൊക്കാതെ വന്നപ്പോൾ ഞങ്ങളുകൂടെ പണിതു, ഞങ്ങളാണ് പണിയെന്ന് പറഞ്ഞ് മേനി കഴിക്കാൻ മക്കളും മരുമക്കളും കൊച്ചു മക്കളും ഒക്കെ ഒത്തിരി പേര് അകമഹിയാൻ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ വാസ്തവം ദൈവം അറിയുന്നു. ആ രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് നോക്കുക, ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ എസ്രായേലിന്റെ പുസ്തകം, നിങ്ങൾ
ഞങ്ങൾ നിങ്ങളെന്ന പോലെ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ അന്വേഷിക്കുന്നു, ആരാധിക്കുന്നു. അശൂർ രാജാവായ യാസ് രാജാവ് 4-ാം അധ്യായത്തില് എസ്രാ 4. അതിനുശേഷം സെരുബാബേൽ യോശുവയ്ക്ക് ശേഷം ഇസ്രായേൽ പിതൃഭവന തലവന്മാരും അവരോട് ഞങ്ങളുടെ ദൈവത്തിന്റെ അവര് പറഞ്ഞു, ഇസ്രായേലോട് അവര് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് കൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഇവര് ശരിക്കും ഇസ്രായേൽ മക്കളല്ല, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ഈ ജനം ദൈവമക്കളല്ല. മറ്റു സ്ഥലങ്ങളിൽ അവർ തന്നെ അത് സമ്മതിക്കുന്നു. അവരുടെ സാക്ഷ്യത ഞങ്ങളെ അശൂർ രാജാവ് ഇവിടെ കൊണ്ടുവന്നതാ. എന്താ കൊണ്ടുവരാൻ കാരണം? അത് എഴുതിയിരിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിലെ 22 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൽ പല രാജാക്കന്മാർ ഭരിച്ചു. 1-ാമത്തെ രാജാവ് ദൈവമാണ്. എന്നാൽ ദൈവിക ഭരണത്തിന് കീഴിൽ നിൽക്കുവാൻ ജനങ്ങൾ താല്പര്യമില്ലാതെ വന്നപ്പോൾ അവരുടെ നിലവിളിയെങ്കിൽ മുറവിളിയെങ്കിൽ ദൈവം നൽകിയ മാനുഷ്യ രാജാക്കന്മാരിൽ 1-ാമനാണ് ശൗൽ. അതൊക്കെ 2 വർഷമേ യെരൂശലേമിൽ ശരിക്കും വാണുള്ളൂ. പിന്നെ 40 ജീവിച്ചുവെങ്കിലും 2 വർഷമേ ഭരിച്ചുള്ളൂ. ബാക്കി 38 വർഷവും പിശാച് ബാധിക്കപ്പെട്ടവനായി ദുരാത്മാവിനാൽ നിവേശിതനായിട്ടാണ് ശൗൽ ജീവിച്ചത്. ശൗൽ ഇസ്രായേലിനെ ഭരിച്ചത്. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവ് ദൈവമാണ്. മനുഷ്യരിൽ ഭൂമിയിൽ നിന്നുള്ള 1-ാമത്തെ രാജാവ് ശൗലുമാണ്. 2-ാമത്തെ രാജാവ് ദാവീദ്, 3-ാമത് ശലോമോൻ, 4-ാമത് ശലോമോന്റെ മകൻ വന്നപ്പോഴത്തേക്ക് പിന്നത്തേതിൽ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടു. അങ്ങനെ പല രാജാക്കന്മാർ മാറിയും തിരിഞ്ഞ് ഭരിച്ചു. ഇസ്രായേൽ നിന്നും യഹൂദ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ശമരി എന്ന് പറഞ്ഞ് ഭരിച്ചു. അവരുടെ കണക്കും അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഭരിച്ചു കൊടുത്ത ഒരു രാജാവിന്റെ പേരാണ് ഇവിടെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിക്കാം. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗ്രഹത്തിൽ നിന്നും പറിച്ചു കളഞ്ഞു. അവർ നെബാത്തിന്റെ മകനായ യെരോബിയാമിനെ രാജാവാക്കി. യെരോബിയാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുവാനിടയാക്കി. ഈ യെരോബിയാം എന്ന് പറഞ്ഞ രാജാവ് ഇസ്രായേൽ മക്കളെ മുഴുവൻ ദൈവത്തെ വിട്ട് മാറി അന്യദൈവത്വങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവ വൈകൃതത്തിന് ഉടമസ്ഥനായി തീർന്നു. അങ്ങനെ ദൈവത്തെ വിട്ട് ഈ ജനം പോയപ്പോൾ ദൈവം ആ ജനത്തോട് ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടത്? അവരെ കൊണ്ട് വലിയൊരു പാപം ചെയ്യിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ യെരോബെയാം ചെയ്ത സകല പാപങ്ങളിലും നടന്നു. രാജാവ് ചെയ്ത പോലെ യഥാമാത തഥാ പുത്രി എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്തു? അത് മുഴുവൻ ജനവും ചെയ്തു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ. എന്നിട്ടോ ഈ രാജാവ് എങ്ങനെ പോയോ അതുപോലെ തന്നെ ജനവും നടന്നു. ആ ജനം നടന്നത്, അല്ലെങ്കിൽ രാജാവും ജനവും അന്യദൈവങ്ങളെ വിട്ടുമാറാതെ പരസംഗമായി നടന്നതുകൊണ്ട് തന്റെ സകല ദാസന്മാരും പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ദൈവം തന്റെ ദാസന്മാരോട് സംസാരിച്ചു, തന്റെ ദാസന്മാരോട് ഇടപെട്ടുവെങ്കിലും അവർ പറഞ്ഞതൊന്നും ഇസ്രായേൽ മക്കൾ കേൾക്കാഞ്ഞുകൊണ്ട് ദൈവം ഈ ജനത്തെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അടുത്ത ഭാഷ. യഹോവ ഇസ്രായേലിനെ ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോയി. അവരുടെ പ്രവാസത്തിന്റെ ചില സമയങ്ങളിൽ ഒരു സമയത്ത് ഒരു പ്രവാസ കാലഘട്ടമാണ്. അശൂരിൽ പോയി, പലയിടത്ത് പോയി. അതുപോലെ അശൂരിലേക്ക് പോയി. അശൂരിൽ ചെന്നപ്പോൾ അശൂർ രാജാവ് കൊണ്ടുപോയത്. അശൂരിൽ കൊണ്ടുപോയപ്പോൾ അവർ ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോയി ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. അശൂർ രാജാവ് ബാബേൽ, ഹൂഥ, ഹവ്വ, ഹമാത്ത്, സഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശബരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. ഇപ്പൊ കേരളത്തിൽ അന്യസംസ്ഥാനക്കാർ താമസിക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ മക്കളെ, അന്യസംസ്ഥാനക്കാരെ വന്നത് ജോലിക്ക് വേണ്ടി വന്നതാ. ഇന്ന് അവരാ കൂടുതൽ കേരളത്തിൽ. ദൈവത്തെ വിട്ടുപോയ ജനത്തെ ദൈവം പ്രവാസത്തിലേക്ക് അയക്കുകയും അവിടുത്തെ രാജാവ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇസ്രയേലിൽ കൊണ്ടുവന്ന് താമസിപ്പാൻ, കുടിയിരുത്തുവാൻ കൊണ്ടിടയായിരുന്നു. 5 രാജ്യക്കാർ അവിടെ ഒന്ന് പാർത്തു.
എന്നിട്ടോ അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. ആ. അവർ അവിടെ പാർക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. നോക്കുക, ഇവര് വന്നു യെരുശലേമിൽ അല്ലെങ്കിൽ ശമരിയിൽ വന്ന് പാർത്ത് അവിടുത്തെ നന്മ അനുഭവിച്ചു. ദൈവം കൊടുത്ത നന്മ ഉപകാരങ്ങളൊക്കെ അവർ അനുഭവിച്ചുവെങ്കിൽ അവർ ദൈവത്തെ വിളിച്ചില്ല. അങ്ങനെ ദൈവത്തെ വിളിക്കാതെ വന്നതുകൊണ്ട് അതുകൊണ്ട് യഹോവ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. നോക്കുക, സ്തോത്രം. ദൈവത്തെ വിളിക്കാതെ ആ രാജ്യത്തെ നന്മ പാലും തേനും അവരനുഭവിച്ച് പുഷ്ടി പ്രാപിച്ച് ഉറച്ചപ്പോൾ ദൈവമായ കർത്താവ് ആ രാജ്യത്തേക്ക് അവർക്ക് പ്രതിയോഗികളായി സിംഹങ്ങളെ അയക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സിംഹങ്ങൾ വന്നു. സിംഹങ്ങൾ വന്ന് ഈ ജനത്തെ കൊല്ലുവാനും തിന്നുവാനും തുടങ്ങി. കൊന്നു തിന്നു. നരഭോജികളായി മാറി. എന്നിട്ടോ അപ്പോൾ അവർ അശ്ശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടിനീക്കി ശമരിയ പട്ടണം. അവർ പറയാണ്, എന്നിട്ട് ഈ വിവരം അവർ അപ്പോഴും രാജാവിനെ അറിയിച്ചു. രാജാവിനെ അറിയിച്ചു വന്ന്, നീ ഞങ്ങളെ കുടിനീക്കി ഇവിടെ ആക്കിയ ഈ ജനം ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായകൊണ്ട്. ആ ദേശ ദൈവത്തിന്റെ മാർഗം, മതം അറിയാഞ്ഞിട്ടല്ല, തക്സായും കുർബാനക്രമവും അതുപോലുള്ളതായ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ദൈവത്തിന്റെ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് ഒരു മാർഗം സ്ഥാപിപ്പാൻ മാർഗമാണ് കർത്താവ് പറഞ്ഞത്. പഴയ നിയമകാലത്തും അതുപോലെ കാണാം. ആ ജനം അവിടുത്തെ ദൈവത്തിന്റെ മാർഗം അറിയായിക്കുന്നത് കൊണ്ട് അവർ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവൻ അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ, ആ ജനത്തിന്റെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. ഇന്നും പുതിയ നിയമത്തിൽ ഇതാ കാണുന്നത്, ആരെ വിഴുങ്ങേണ്ടു എന്നറിയുവാൻ പിശാച് അലർന്ന സിംഹം എന്ന പോലെ അവരെ ചുറ്റിത്തിരിയുക. ദൈവത്തെ വിട്ടുപോകുന്ന ഏതൊരാളെയും വിഴുങ്ങുവാൻ അന്ന് മാത്രമല്ല ഇന്നും സിംഹമുണ്ട്. അന്ന് സിംഹം കാണെ അല്ലെങ്കിൽ ശരിയായിട്ട് തന്നെ സിംഹം തന്നെ വന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ലോകത്ത് ഒരിടത്തും സിംഹമായിട്ട് ഇറങ്ങി വരുന്നില്ല. മറിച്ച് പിശാച് സിംഹമായവൻ, പിശാച് സിംഹത്തെ പോലെ അലറിക്കൊണ്ട് ഓരോരുത്തരുടെയും ചുറ്റുമുണ്ട്. അത് ഭക്തന്റെ ചുറ്റുമുണ്ട്, അല്ലാത്തവരുടെ ഇടയിലുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കുവാനാണ് പിശാച് ഇങ്ങനെ കറന്നു കിടക്കുന്നത്. അങ്ങനെ അന്ന് ആ ജനത്തിന്റെ ഇടയിലേക്ക് സിംഹത്തെ അയച്ചു. സിംഹം അവരിൽ ചിലരെ കൊന്നുകളഞ്ഞു. അപ്പോൾ അവർ അശ്ശൂർ രാജാവിനെ അറിയിച്ചത്, നീ കുടിനീക്കി ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ച ജാതികൾ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായതുകൊണ്ട് അവർ അവരുടെ ഇടയിൽ സിംഹങ്ങളെ അയച്ചു. അവർ ആ ദേശത്തിലെ ദൈവത്തിന്റെ മാർഗം അറിയായികയാൽ അവ അവരെ കൊന്നുകളയുന്നു. അടുത്ത രാജാവ്, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുത്തനെ അവിടേക്ക് കൊണ്ടുപോകുകയും. കാരണം ഈ മാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന ദൈവദാസന്മാരായിരുന്നു. യാഗത്തിന്റെ അന്ന് യാഗങ്ങളാണ്. യോഗത്തിന്റെ നിബന്ധനകളും എന്തൊക്കെ വേണമെന്ന് പറയുന്നത് ദൈവദാസന്മാരാ. ഇപ്പൊ അവരെ മുഴുവൻ പിടിച്ചുകെട്ടി അശൂരിൽ കൊണ്ടുപോയി. അതുകൊണ്ട് രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഇന്ന് അശൂരിലായിരിക്കുന്ന പുരോഹിതന്മാരിൽ ചിലരെ തിരികെ ശമരിയയിലേക്ക് കൊണ്ടുപോകട്ടെ. അവർ അവിടെ ചെന്ന് അവിടെ പാർത്ത് അവർ ആ ദേശത്തെ ദൈവത്തിന്റെ മാർഗം അവരെ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്ന് കരുതി. സംഖ്യ, ലേവ്യ പുസ്തകങ്ങളിൽ യാഗത്തിന്റെ മാർഗമുണ്ട്, വഴിയുണ്ട്. എങ്ങനെയാ യാഗം കഴിക്കണം അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തെ ദൈവത്തിന്റെ മാർഗം ഈ ശുശ്രൂഷകന്മാർ അവരെ അറിയിക്കട്ടെ. സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? അങ്ങനെ അവർ ശമരിയയിൽ നിന്ന് കൊണ്ടുപോയിരുന്ന പുരോഹിതന്മാരിൽ ഒരുത്തൻ വന്ന് ബഥേലിൽ പാർത്തു. യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു. എങ്ങനെ ദൈവത്തെ വിളിക്കണമെന്നുള്ളത് സ്തോത്രം അവരെ അറിയിക്കുവാൻ തക്കണം ഇടയായിത്തോ. എന്നാലോ ഈ ജനം എന്തോ ചെയ്തു? എങ്കിലും അതത് ജാതി താന്താന്റെ ദേവന്മാരെ ഉണ്ടാക്കി ഓരോ ജാതി പാർത്തു വന്ന പട്ടണങ്ങളിൽ ശമര്യർ ഉണ്ടാക്കിയിരുന്ന പൂജാഗിരി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചു. നോക്കുക, ഇവരെ ഒന്ന് കാര്യം പറഞ്ഞുവെങ്കിലും അവരെന്ത് ചെയ്തില്ല? ഈ പറഞ്ഞതുപോലെ ചെയ്തില്ല. പിന്നെ 31 വാക്യത്തിൽ വായിക്കുന്നത്, 32 വാക്യത്തിൽ 32 അവർ യഹോവയെ ഭജിക്കുകയും തങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പുരോഹിതന്മാരെ നിയമിക്കുകയും അവർ അവർക്ക് വേണ്ടി പൂജാഗിരി ക്ഷേത്രങ്ങളിൽ യാഗം കഴിക്കുകയും ചെയ്തു. എന്നിട്ടോ അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടുപോകുന്ന മര്യാദ പ്രകാരം ജാതികളുടെ ദൈവങ്ങളെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. പുറമേ നോക്കിയ ഭജനയൊക്കെ ഉണ്ട്, പാട്ടും പ്രാർത്ഥന, യോഗവും കൂട്ടവും എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളറകളിൽ എന്താ പരിപാടി? ഉള്ളറകളിൽ
ഇരട്ടത്താപ്പ. അവര് ആ വാക്യം ഒന്ന് വായിക്കാം. അവരെ യഹോവയെ ഭജിക്കുകയും അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തെ ആരാധിക്കുന്നു, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങളിൽ ലോകം ക്രിസ്തുമസ് എന്ന് പറഞ്ഞ് കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ പല പെന്തക്കോസ്ത് സഭകളിലും ആ കൂട്ടായ്മയിൽപ്പെട്ടവര് കരോളിനിറങ്ങിയിരിക്കുക. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഈ സമയത്ത് സുവിശേഷം പറയാൻ സൗകര്യമാണെന്നൊക്കെ പറയുന്നു. ആ വിഷയം വിടുന്നു. എന്നാൽ ഈ തെക്കൻ ഭാഗത്തോ തലസ്ഥാന നഗരിയിൽ പോലും പല പെന്തക്കോസ്ത് ആരാധനയെ സംബന്ധിക്കുന്ന സ്നാനപ്പെട്ടവർ തന്നെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച മുതൽ സഭകളിലെ ഡ്രമ്മും സൈഡ് ഡ്രമ്മും എടുത്ത് പോയിരിക്കുകയാണ് കരോള് പാടാൻ. അവിടുത്തെ ശുശ്രൂഷകർ അതിന് അനുകൂലമാണ്. ഹാളിന് മുന്നിൽ അവര് പുൽക്കൂട് തയ്യാറാക്കി അവിടെ നക്ഷത്രവിളക്ക് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന പറഞ്ഞ് സ്നാനപ്പെട്ട ആള് ആണ് ക്രിസ്തുമസ് പാത്രമായിട്ട് നടക്കുന്നത്. ഇനി ക്രിസ്തുമസിന് ആ ദിവസങ്ങളിൽ വലിയ ആഘോഷമാണ് ആ ദേശത്ത്. കേക്ക് മുറിക്കുന്നുണ്ട്, സകലതുമുണ്ട്. എന്നാൽ ഇന്ന് ബുധനാഴ്ചയാണല്ലോ, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ സഭായോഗത്തിന് വന്നവരാണ്, സൺഡേ സ്കൂളിന് വന്നവരാണ്. ഇവര് തന്നെയാണ് ഈ കൊട്ടാനും പാടാനും പോകുന്നത്. അത് തന്നെയാണ് ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശമരിയയിൽ ബഥേലിൽ നടന്നത്. ഉപദേശിക്കുന്ന പ്രവാചകൻ ശുശ്രൂഷകനോട് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ശുശ്രൂഷകന്റെ പറയുന്ന ആലോചന അനുസരിക്കാതെ അവരുടെ തങ്ങളുടെ മര്യാദ പ്രകാരം, ദൈവത്തെ ആരാധനയെ കൊണ്ടുവരുന്ന തങ്ങളുടെ മര്യാദ പ്രകാരം അന്യദൈവങ്ങളെ ഭജിച്ചു വരുന്ന ഒരു കൂട്ടം ആളുകൾ, ഇന്നും നാളും നാഴികയും നോക്കുന്നവർ, ആ ഗുളികയും മറ്റു കാര്യങ്ങൾ നോക്കുന്നവർ, എന്നിട്ട് ഇവരെല്ലാം അവകാശപ്പെടുന്നത് ഞങ്ങളും ദൈവമക്കളാണെന്ന, ഞങ്ങളും ആരാധിക്കുന്നവരാണെന്ന്. എന്താ ഇന്നൊരു ആരാധന, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്? സ്തോത്രം. അവിടെ പറയാണ് 33-ാമത്തെ വാക്യം, അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടുപുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുന്ന, ക്രിസ്തുമസിന് ആഹാരം ഉണ്ടാക്കുന്ന, ആ ന്യൂ ഇയർ ഈസ്റ്ററിന്, നേർച്ചക്കുടയ്ക്ക്, ഓണത്തിന് എന്ന് വേണ്ട എല്ലാത്തിനും കൂടെ സഹകരിക്കുന്ന ആളുകളുമാണ്. കൈകൊടുകയും പാടുകയും കർത്തൃമേശി എടുക്കുന്നവർ. ഇത് തെറ്റാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്ക് പ്രയാസമുണ്ട്, കൊടുക്കുന്നിടത്ത് ആളും ചുരുക്കമാണ്. സ്തോത്രം. എന്നാൽ അവർ അവകാശപ്പെടും ഞങ്ങളും പണിയാം. പക്ഷെ ആ പണിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ആ പണിയുണ്ട് ജനം വിടുവിക്കപ്പെടുന്നില്ല. മതിലുകൾ പണിയപ്പെടുന്നില്ല, ഇടിഞ്ഞു കിടക്കുന്നത് പണിയപ്പെടുന്നില്ല. സകലവും വല്ലാത്തൊരു അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അവസാന വാക്യം വായിക്കും. 40-ാമത്തെ വാക്യത്തിൽ 2 രാജാവ് 17 അവസാനത്തെ വാക്യം, 41-ാമത്തെ വാക്യം. എങ്കിലും അവർ കേൾക്കാതെ തങ്ങളുടെ പണ്ടത്തെ മര്യാദ അനുസരിച്ച് നടന്നു. സ്തോത്രം. എപ്പോഴും വിശ്വാസത്തിലേക്ക് വന്നവർക്ക് പണ്ടത്തെ ഒരു മര്യാദ അകത്ത് കിടപ്പുണ്ട്. കുറെയൊക്കെ വരുമ്പോഴത്തേക്ക് എങ്കിലും ഇത് അറിയാതെ ചിലപ്പോൾ ചാടി വരും. അതുകൊണ്ടാണ് കർത്തൃമേശ നടത്തുമ്പോഴൊക്കെ സുറിയാനി പാട്ട് പാടി പഴയതുപോലൊക്കെ വിളിച്ചു പറയുന്നത്. പലതും സുറിയാനി പറയുന്നുവെങ്കിലും പറഞ്ഞെങ്കിലും അതിന്റെ കാലികമായ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാമെങ്കിലും അതാണ് ഇത് എന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നത് അകത്തെ ആ മനുഷ്യൻ, ആ പഴയ സമുദായം, സമൂഹത്തിലത് വിട്ടുപോയിട്ടില്ല. ആ സ്വഭാവം അകത്ത് കിടപ്പുണ്ട്. അവിടെയാണ് വിശ്വാസം എന്ന പോലീസുകാരൻ പഴയ പോലീസ് പണി നോക്കുന്നത്, അല്ലെങ്കിൽ ആ ചൂറ് പുറത്തു വരുന്നത്. ഏതൊരു ജോലിയിലോ ഏതൊരു വിഭാഗത്തിലോ ആയിരുന്നവർ ദൈവസന്നിധിയിൽ വന്നാലും ആ കമ്മിറ്റിയിലോ ആരാധനയിലോ ഒക്കെ പഴയ സ്വഭാവം പുറത്തു വരുന്ന കാര്യം ഇതാ. അവർ പറയാണ് 41-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ഈ ജാതികൾ യഹോവയെ ദൈവത്തെ ഭജിക്കുകയും തങ്ങളുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. ഭജന ദൈവത്തിനും സേവ അന്യദൈവത്തിനും. ഞങ്ങൾ പടിഞ്ഞാറുകാർ പറഞ്ഞു, കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും എളുപ്പമാണ്. കൂട്ടത്തിൽ മറ്റുള്ളവരുടെ കൂടെ പാടുന്ന കൂട്ടത്തിൽ ചുണ്ടനക്കി പാടി അങ്ങ് നിന്നച്ചാൽ തോന്നുന്നു പാടുകയാണെന്ന്. അതുപോലെ പുഞ്ചയിലും കണ്ടത്തിലും വെള്ളം കയറി കിടക്കുമ്പോൾ
പൂട്ട് നടക്കും. അതായത് ഒഴിവ് നടക്കുന്ന പോത്തുകളെയും കൊണ്ട് അല്ലെങ്കിൽ കാളകളെയും കൊണ്ട് നടക്കുന്ന പലരും ചാല് മര്യാദയ്ക്ക് പൂട്ടാറില്ല. കാരണം കരയ്ക്ക് നിൽക്കുന്ന ആള് കാണുന്നില്ലല്ലോ, വെള്ളത്തിലല്ലേ പൂട്ടുന്നത്. എന്നാൽ ഇത് എങ്ങനെ നന്നായി പൂട്ടി എന്നുള്ളത് അറിയുന്നത് വെള്ളം മാറണം. വെള്ളം പറ്റുമ്പോൾ അന്നൊക്കെ ചക്രത്തെ ചവിട്ടി വെള്ളം തേക്കി കളയുമ്പോൾ വെള്ളം മാറിക്കഴിയുമ്പോൾ അറിയുന്നത് പലയിടത്തും പൂട്ടി ചാല് പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഭജന ദൈവത്തിനും സേവ അന്യാരാ. ഇവരാണ് എസ്രായോട് പറഞ്ഞത്, നിങ്ങളെന്ന പോലെ ഞങ്ങളും ദൈവത്തെ സേവിക്കുന്നെന്ന്, ആരാധിക്കുന്നെന്ന്, അന്വേഷിക്കുന്നെന്ന്. സത്യമാണോ? എന്തുകൊണ്ടാണ് എസ്ര ഈ വന്ന ജനത്തെ, സൻബല്ലത്ത്, തോബിയാവ ആദിയായവരെയും അവരുടെ കൂടെയുള്ളവരെയും ഈ പണിക്ക് ചേർക്കാത്തത്? ദൈവജനമേ, ഒരു പ്രാർത്ഥനയ്ക്കായാൽ, ഒരു യോഗത്തിനായാൽ, ഒരു പ്രവർത്തനത്തിനായാൽ ആവശ്യമില്ലാത്തവരെയും കൊണ്ട് പോകരുത്. ഭജന മാത്രം നോക്കി പോകരുത്. അവരുടെ സേവ എവിടെയാ? ഭജന കാണുമ്പോൾ അവർ ദൈവത്തെ ഭജിക്കുന്നു എന്നൊരു പക്ഷേ നമുക്ക് തോന്നിപ്പോയേക്കാം. നമ്മളെ അങ്ങനെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അവർ ഭജനയൊക്കെ നടത്തും. പക്ഷെ അവരുടെ സേവ എവിടെയാ? സ്തോത്രം. എന്നാൽ നിറമുള്ള എസ്രായും നെഹമ്യാവും, എസ്രായുടെ പുസ്തകങ്ങളെ വായിക്കുക, എസ്രായും നെഹമ്യാവും 4-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ഇസ്രായേൽ മക്കൾ പ്രവാസത്തിന് വേറെ ഭാഗത്തുനിന്ന് ബാബേലിൽ നിന്ന് പ്രവാസം വന്നത് അശ്ശൂർ രാജാവിന്റെ അവിടെ നിന്നല്ല, ഇസ്രായേലിൽ മന്ദിരം പണിയുന്നു എന്ന് കേട്ടപ്പോൾ വൈരികൾ ഇവരിവിടെ ദൈവത്തെ ഭജിക്കാൻ കാരണം നല്ല മനസ്സോടല്ല, സിംഹം പിടിച്ചതുകൊണ്ടാ. ഇപ്പൊ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരെ യഹോവയെ ഭജിക്കുന്നത്. എന്നാൽ ജീവനം മുന്നോട്ട് മര്യാദയ്ക്ക് പോകണമെങ്കിൽ അതിന് സേവ അവരുടെ ദൈവത്തെ വേണമെന്നുള്ളത് കൊണ്ടാണ് അവര് തങ്ങളുടെ ദൈവത്തെ സേവിക്കുന്നത്. അവർ അശ്ശൂർ രാജാവ് 5 രാജ്യക്കാരെയാണ് അവിടെ കൊണ്ടുവിട്ടത്. ശമരിയ പട്ടണത്തിൽ അവരെ കുടിപാർപ്പിച്ചു. ഞാൻ കരുതുന്നു, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിലും ശമരിയ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഞാൻ കരുതുന്നു ഈ സ്ത്രീ ഒന്ന് മാറി ഓരോ രാജ്യക്കാരെയും ട്രൈ ചെയ്തു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സ്നേഹിതൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ വേണം, എനിക്ക് വിവാഹം കഴിക്കാൻ. ഞാൻ ചോദിച്ചു, എന്താ? നിങ്ങളുടെ കൂട്ടിലെ പെൺകുട്ടികൾ വിശ്വാസമുള്ളവരാണ്. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും തന്റെ സ്വസമുദായത്തിലും സമൂഹത്തിലും പോകുന്ന പള്ളിയിലുമുള്ള പെൺകുട്ടിയെ വേണ്ട, പെന്തക്കോസ്തുകാരി പെൺകുട്ടിയെ വേണമെന്നുള്ളതിന് കാര്യം തന്റെ സ്വന്തം സമൂഹത്തിലും സമുദായത്തിലുമുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പെന്തക്കോസ്തുകാരിക്ക് കണ്ടു. അതുകൊണ്ട് വിവാഹത്തിന് പെൺകുട്ടി ഇവിടുത്തെ വേണം, പക്ഷേ ആരാധനയും കാര്യവും അവിടെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് വായിക്കുന്നത് രാജാക്കന്മാർ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർവീം എന്നീ രാജ്യങ്ങൾ, 5 രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു. ഇവര് പാർക്കുക അവിടെ. ഒരുപക്ഷെ കർത്താവിന്റെ കാലത്ത് ഇവരുടെയൊക്കെ പിന്തുടർച്ചക്കാർ അവിടെ കണ്ടേക്കാം. അതുകൊണ്ടായിരിക്കാം സ്തോത്രം ഈ ശമരിയക്കാരത്തി സ്ത്രീ 5 ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചത്. ഒന്നാമത്തെ ബാബേൽ, അവിടെ നിന്നുള്ളൊരു മനുഷ്യനായിരിക്കും ആദ്യ വിവാഹം കഴിച്ചത്. എന്റെ ഒരു ആശയമാണേ, ഇത് ഒരു ഉപദേശമായിട്ടാരും കണക്കാക്കരുത്. എന്നാൽ ബാബേലിലുള്ള പുരുഷനുമായുള്ള ജീവിതം സന്തുഷ്ടമല്ലാതെ വന്നപ്പോൾ അയാളെ ഉപേക്ഷിച്ചു. അടുത്തത് കൂഥ, അവിടുന്ന് ഒരാളെ ട്രൈ ചെയ്തു, അതും പരാജയം. അത് കഴിഞ്ഞപ്പോ ഔവ, അതും പരാജയപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴത്തെ ഹമാത്തുകാരനെ പിടിച്ചു. പിന്നെ സെഫർവീം. അങ്ങനെ ഈ 5 പേരെയും ട്രൈ ചെയ്തിട്ട് ഒക്കാതെ വന്നു. അത് വിവാഹിതരായിരുന്നു. അവരെ 5 പേരും ഭർത്താക്കന്മാർ തന്നെ. പക്ഷെ ഇപ്പൊ ലിവിങ് ടുഗദറാ. അതിന് യഹൂദനാണോന്ന് അറിയില്ല. അദ്ദേഹത്തെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല, ആ സ്ത്രീയും പറഞ്ഞില്ല. ലിവിങ് ടുഗദർ ഇന്നല്ല തുടങ്ങിയത്. വിവാഹം കഴിയാതെ പുരുഷനും സ്ത്രീയും ജീവിച്ചു തുടങ്ങിയത് ഈ നൂറ്റാണ്ടിലല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലം മുതലേ ലിവിങ് ടുഗദർ ഉണ്ട്. പരാജയപ്പെട്ട ജീവിതത്തിൽ, പരാജയപ്പെട്ട ദാമ്പത്യത്തിൽ ഇനിയൊരു ദാമ്പത്യം വേണ്ട എന്ന് കരുതി. ഇന്നും അങ്ങനെയല്ലേ പലരും പറയുന്നത്. വിദേശങ്ങളിൽ, സ്വദേശത്തുമൊക്കെ വിവാഹ ജീവിതം, ദാമ്പത്യം
ബുദ്ധിമുട്ടുള്ളതാണ്. ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ സ്നേഹിക്കണം. അതെല്ലാം കാരണം ദൈവിക പദ്ധതിയിൽ, നിർമ്മാണ പ്രവൃത്തിയിൽ അവർക്ക് പങ്കുചേരാൻ മനസ്സില്ല എന്നുള്ളതാണ്. ദൈവം പറഞ്ഞു, ആണ് പെണ്ണുമാ സൃഷ്ടിച്ച് അവരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകണം. ദൈവരാജ്യത്തല്ല, ഭൂമിയിൽ ദൈവത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് മാതാപിതാക്കളെയാണ്, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ വിവാഹത്തിലേക്ക് എത്തുന്നവരെയാണ്. എന്നാൽ ആ പദ്ധതിയെ പൊളിക്കുവാൻ പിശാച് കണ്ടെത്തിയ പരിപാടിയാണ് ലിവിങ് ടുഗദർ. ഇപ്പൊ അതും വേണ്ട, സിംഗിളായി നടക്കുക. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ സംവിധാനവും പദ്ധതിയും ഒന്നല്ല കേട്ടോ. സ്തോത്രം. അങ്ങനെ ഈ സ്ത്രീ 5 ഭർത്താക്കന്മാരുമായി ജീവിക്കാൻ ശമരിയയിൽ കുടി പാർത്ത ശമരിയക്കാർ, അതുകൊണ്ടാണ് അവിടെ മറ്റൊരു സംസർഗവും ഇല്ല. ഈ സ്ത്രീക്ക് അതാ സംഭവിച്ചെന്ന് കരുതുന്നു. ഓക്കെ, മടങ്ങി വരാം. അങ്ങനെയുള്ളതായ ഈ മനുഷ്യർ പറയുകയാണ്, ഇസ്രായേലിന്റെ വൈരികളും ശത്രുക്കളുമായിട്ട് പറയുകയാണ്, ഞങ്ങളും നിങ്ങളുടെ കൂടെ പണിയട്ടെ. അശൂർ രാജാവാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. സത്യമാണ്, അശൂർ രാജാക്കന്മാർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. അന്ന് നിങ്ങളെന്ന പോലെ ഞങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു. അല്ലെങ്കിൽ നോട്ട് സ്നേഹം, നിങ്ങളുടെ ദൈവത്തെ വായിച്ച് എസ്രാ 4 മുതൽ നിങ്ങളെന്ന പോലെ ഞങ്ങൾ നിങ്ങളോട് പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെന്നതുപോലെ ഞങ്ങളും അന്വേഷിക്കുന്നു. നിങ്ങളെന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുന്നു. അങ്ങനെയാണോ? രാജാക്കന്മാർ 2-ാം പുസ്തകം നിൽക്കുന്നത് നിങ്ങളെന്ന പോലെ എന്നല്ല. ഇസ്രായേൽ ജനം ബഹുദൈവ ആരാധികളല്ല, ഏകദൈവ വിശ്വാസികളാണ്, വിഗ്രഹാരാധനക്കാരല്ല യഹൂദൻ. സ്തോത്രം. എന്നാൽ ഇവർ അവകാശപ്പെടുന്നു നിങ്ങളെന്ന പോലെ ഞങ്ങളും. എന്നാൽ വെളിപ്പാടുള്ള, ആത്മനിറവുള്ള, വിവേചനമുള്ള എസ്രായും നെഹമ്യാവും അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞു, പാടില്ല, നിങ്ങൾ പണിയണ്ട, ഞങ്ങൾ പണിതോളാം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഈ നൂറ്റാണ്ട്, ഈ ദിവസങ്ങളിൽ 2023 ഡിസംബർ മാസത്തിലൊക്കെ നടക്കുന്ന പണി എല്ലാരും കൂട്ടി പണിയുക. ഈ പണിയുന്നൊക്കെ ആരാ? പാർട്ടികള്. ഇവിടൊക്കെ ഒരു ദൈവപ്രസാദം ഉണ്ടാകുമോ? സ്തോത്രം. അവർ വൈരികളാണ്. അത് തന്നെയാണ് കർത്താവ് പുതിയ രീതിയിൽ പറഞ്ഞത്. മത്തായി 7:15 കർത്താവ് പറഞ്ഞത് നോക്കൂ, അവരെന്താ ചെയ്യുന്നത്? സ്തോത്രം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആടുകളുടെ വേഷം, ആരാധനക്കാരുടെ വേഷം പൂണ്ടുവരും. എന്നിട്ടോ പുറമേ യേശാവാണ്, അകത്തോ യാക്കോബാണ്. കണ്ണു കാണാത്ത ഇസഹാക്കിനെ പറ്റിക്കാം. ജ്യേഷ്ഠന്റെ ഉടുപ്പെടുത്തിട്ട് ജ്യേഷ്ഠനെ പോലെ ഒക്കെ നിന്ന് നിൽക്കുക. പക്ഷെ എങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഇസഹാക്കിന് ഒരു സംശയം. തപ്പി നോക്കിയപ്പോൾ യേശാവാണ്. ഇസഹാക്ക് പറഞ്ഞു, പുറമേ ഇവൻ യേശാവ് തന്നെ, പക്ഷെ ഇവരുടെ ശബ്ദം കേട്ടിട്ട് യാക്കോബിനെ പോലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിക്കാം. ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ? ഭാര്യയെ പറ്റിക്കാം, ഭർത്താവിനെ പറ്റിക്കാം, മാതാപിതാക്കളെ പറ്റിക്കാം, മക്കളെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം, കൂട്ടത്തെ പറ്റിക്കാം, സഭയെ പറ്റിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞാൽ ശരിയായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ളിടത്ത് പറ്റിക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ പറ്റിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ പറ്റുകയില്ല. ഇസഹാക്ക് പറയാണ്, ശബ്ദം യാക്കോബിൻ്റെത്, ദേഹമോ യേശാവിൻ്റെത്. അകത്ത് യാക്കോബ് തന്നെയാ. പറച്ചിലോ, അപ്പ ഞാൻ നിന്റെ ആദ്യജാതനായ യേശാവെന്നാ പറഞ്ഞത്. ആണോ? അപ്പനെ ഏറ്റവും രുചികരമായ ഭക്ഷണപാനീയം കൊണ്ട് നിൽക്കുകയാണ്, അപ്പനെ പ്രസാദിപ്പിക്കുവാൻ. അപ്പൻ മാംസം അടർത്തി ഭക്ഷിച്ചപ്പോൾ, അപ്പം അടർത്തി ഭക്ഷിച്ചപ്പോൾ തന്റെ മകൻ ഉണ്ടാക്കിയതുപോലെ തന്നെയാ. അതിന് കാരണം കുക്കറി ക്ലാസ് പഠിച്ചത് അമ്മയുടെ കയ്യിൽ നിന്നാ രണ്ടുപേരും. ഇതിപ്പം അമ്മ തന്നെ ഉണ്ടാക്കിയത്. ഭക്ഷണപാചക കലയിൽ യേശാവ് പ്രാവീണ്യം നേടിയെങ്കിൽ അത് അമ്മയുടെ റെസിപ്പിയാ. എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചത് മറ്റൊരു വീട്ടിൽ നിന്നല്ലേ, അമ്മച്ചി, സ്വന്തം അമ്മ റിബേക്ക ഭക്ഷണം പാചകം ചെയ്യുന്നത് കണ്ടുപിടിച്ച പുള്ളിയാ. പിന്നെ പുറത്തുപോയി ഭക്ഷിക്കുക. അതുകൊണ്ടുള്ള യാക്കോബും പായസം ഉണ്ടാക്കുമായിരുന്നല്ലോ. ആ വീട്ടിൽ പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് ഇവർ രണ്ടും എന്റെ ഭാഷ അമ്മയുടെ തുത്തെ പിടിച്ച്, അമ്മയുടെ കച്ചമരുടെ
ആ മിശറിയെ പിടിച്ച് ഇവർ രണ്ടും അടുക്കളയ്ക്കകത്ത് കിടന്ന് കറങ്ങിയവരാ പണ്ട്. അതുകൊണ്ട് അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നത് കണ്ടു വളർന്ന ഈ കുഞ്ഞുങ്ങൾ മറ്റൊരു കുക്കറി ക്ലാസ് ഒന്നും പോയില്ല. പക്ഷെ ഇവരവിടുന്ന് പഠിച്ചു. അതുകൊണ്ട് ഏശാവ് ഭക്ഷണം കൊടുത്തപ്പോൾ മുൻപും ഏശാവ് വേട്ടയിറച്ചി തിന്നല്ലോ. ഇസഹാക്ക് ഏശാവിന്റെ വേട്ടയിറച്ചി തിന്ന ആ രുചി, അതേ രുചിയിലാണ് ഇപ്പോഴും ആടിനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് അവിടെ അർത്ഥമൃഗത്തെ പാചകം ചെയ്തിരിക്കുന്നത് ഏശാവ് പാചകം ചെയ്യുന്ന പോലെ. കാരണം അമ്മയല്ലേ പാചകം ചെയ്തത്. ഇസ്ഹാക്കിന് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, കണ്ടുപോയ പല ശുശ്രൂഷകന്മാർക്കും നേതാക്കന്മാർക്കും ഇതാരാ കൊണ്ടുവരുന്നത്, ഇതാരാ വിളമ്പുന്നത് എന്നുള്ളത് അറിയുന്നില്ല. പുറമേ ഏശാവാണ്, അകത്ത് യാക്കോബാണ്, ഉപായിയാണ്. സ്തോത്രം. ജുബായുണ്ട്, മീശയില്ല, മുണ്ടെടുത്തിട്ടുണ്ട്, അല്ലെ പാന്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏശാവാകത്തില്ല. പുറമെയാണത്, അകത്ത് യാക്കോബ് തന്നെയാണ്. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത് മത്തായി 7:15. നോക്കൂ, അന്ന് വിശ്വാസ സമൂഹത്തെ തന്റെ പിന്നാലെ എത്തിയവരോട് കർത്താവ് വിളിച്ചു പറയുകയാണ്. 7:15, മത്തായി 7:15. അതുകൊണ്ടാണ് യൂദാ അപ്പോസ്തലനും വളരെ വ്യക്തമായി പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മുടെ പക്കൽ ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വെറുതെ നിൽക്കാനൊക്കത്തില്ല, പോരാടണം. ഇസഹാക്ക് തപ്പി നോക്കിയിട്ട് മനസ്സിലായില്ല, അവിടെ പോരാടണം. അവിടെ കർത്താവ് പറഞ്ഞത് 7:15. വീണ്ടും വായിക്കാം. സ്തോത്രം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. ആടുകളുടെ വേഷം പൂണ്ട് വരും. യാക്കോബിനെ പോലെ ഏശാവിന്റെ വേഷം പൂണ്ട് വരും. അകമയോ ചെന്നായി. യാക്കോബിന്റെ ഉദ്ദേശം എന്തുവാ? ജ്യേഷ്ഠാവകാശം വേണം. ഇരട്ടിപ്പങ്കിന് അവകാശിയായി തീരണം. ഒരു ആദ്യജാതന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും കൈവശമാക്കാനാണ് അമ്മയുടെ ഒത്താശയോടുകൂടി ഈ നാടകം കളിക്കുന്നത്. ഇന്നൊരു പ്രവാചകൻ പറഞ്ഞ എന്തിനാ ഈ തരത്തിൽപ്പെട്ട പ്രവാചകൻ വരുന്നത്? പുറമേ അവൻ അകത്ത് കടിച്ചു കീറുന്നവനാ, ലാഭേച്ഛയോടുകൂടാ വരുന്നത്. പല്ലിനെ തിന്നാൻ വല്ലതും കൊടുത്താൽ നന്നായിട്ട് പ്രവചിക്കും, ഇല്ലെങ്കിൽ വേണ്ടാത്ത പ്രവചിക്കും. അങ്ങനെ അവനെ പറഞ്ഞത്. സ്തോത്രം. അവർ ലാഭേച്ഛയോടുകൂടി വരുന്നത്. പല്ലിന് തിന്നാൻ വല്ലതും ഉണ്ടെങ്കിൽ, പ്രവാചകന്മാരുടെ പുസ്തകത്തിലാണ്, പല്ലിന് തിന്നാൻ വല്ലതും കൊടുത്താൽ, അതായത് രൂപ കൊടുത്താൽ, സ്ഥാനവും മാനവും കൊടുത്താൽ നല്ലതുപോലെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അത് കൂലിക്ക് പ്രവചിക്കുക. സ്തോത്രം. അല്ലെങ്കിൽ അവര് വേണ്ടാതിനല്ല പറഞ്ഞു, മുടിഞ്ഞു പോകുമെന്നും നശിച്ചു പോകുമെന്നും ഒക്കെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ വേണ്ടുന്ന പോലെ മാനിക്കുന്നവർക്ക്, സ്തോത്രം, അവരെ കൊണ്ട് പ്രയോജനമുള്ളവർക്ക് ദൈവം വെച്ചാൽ ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. നോക്കൂ, ഇത് ആരോടെ പറയുന്നേ? മത്തായിയുടെ സുവിശേഷം 9:36 വാക്യം വായിക്കാം. ഇത് ആരോടാ ഈ പറഞ്ഞത്? ഈ പ്രവചിക്കുന്നവർ ആരോടാ? പ്രൈസ് ദി ലോർഡ്. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിങ്ങിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. അവൻ ഈ ജനം പ്രവാചകന്റെ അടുക്കലേക്ക് പോയത് ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആർക്കും ആവശ്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ ജനം പ്രവാചകനെ തേടുന്നത് ആശ്വാസത്തിന് വേണ്ടി അന്വേഷിക്കുന്നതിന് കാരണം അവർ കുഴഞ്ഞവരാണ്, ചിന്നിയവരാണ്. സ്തോത്രം. ഈ സമയത്ത് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ച് കേട്ടു. അവരുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായ നിമിത്തം സഭയിൽ പോകാതായി വേറൊരു സഭയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ വേണ്ടുന്ന പോലെ മുൻപ് പോയിരുന്ന പോലെ ഉള്ളിടത്ത് ഒരു ആത്മീയ അന്തരീക്ഷ സമാധാനവും സന്തോഷവും കണ്ടില്ല. ആരാധനയിൽ സന്തോഷമുണ്ടായില്ല. തിരിച്ച് ആദ്യ സ്ഥലത്തേക്ക് പോകാനുള്ളതായ പ്രയാസമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ആരോ പറഞ്ഞു, ഇവിടെ അടുത്തൊരാള് ഭസ്മം പൊടി പൂജിച്ചു കൊടുക്കുന്ന ഒരു സന്യാസിയുണ്ട്. ഇവർ 4 പേരും, അപ്പനും അമ്മയും 2 പിള്ളേരും അങ്ങോട്ട് വെച്ചുപിടിച്ചു. അവര് കൊടുത്ത ഭസ്മമൊക്കെ കഴിച്ചു.
അന്യദേവനെ കൈക്കൊള്ളുന്ന വേദന വർദ്ധിക്കും, പണ്ടത്തിന്റെ പിന്നത്തേതായി. ഒടുവിൽ തിരികെ ആദ്യത്തെ സഭയിലേക്ക് എത്തിച്ചേർന്നു. ഒരു ഉപവാസ പ്രാർത്ഥന, അധികം പേരൊന്നുമില്ലെങ്കിൽ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, സഹോദരി നീ ഭസ്മം കഴിച്ചേ ചെല്ലി ഇവിടെ വന്നിരിക്കുന്നേ. പറഞ്ഞു, ആന്നു. സ്തോത്രം. എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് ആ കുടുംബ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്തുപോയി അടുത്ത സഭയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചതുപോലെ ആത്മീയ അന്തരീക്ഷം ഇല്ലാതെ വന്നു. അതുകൊണ്ട് പിന്നെ അവിടെ പോകാതായി. അപ്പോഴും ഞങ്ങൾക്ക് പ്രശ്നം കൂടി വരിക, പ്രതികൂലം വന്നു, ഞങ്ങൾ കുഴഞ്ഞു, ഞങ്ങൾ ചിന്നി. അങ്ങനെ വന്നപ്പോൾ എങ്ങനെ പിടിച്ചിരിക്കും? ഇങ്ങോട്ട് വരാനായിട്ട് മാനസികമായിട്ട് സമ്മതിക്കുന്നില്ല. ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ളവരെയും ശുശ്രൂഷകനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മറ്റിടത്ത് മറ്റങ്ങ് പോയാൽ അവിടെ സ്വസ്ഥതയും കിട്ടുന്നില്ല. ശരിയായ ഒരു ആത്മീയ അന്തരീക്ഷവും ആത്മീയ ആരാധന സന്തോഷവും അനുഭവിച്ചിട്ട് മറ്റങ്ങ് അത് കിട്ടാതെ വന്നപ്പോൾ അന്നേരമാണ് വേറൊരാൾ പറഞ്ഞത്, ഭസ്മം കഴിച്ചാൽ മതി. ദൈവദാസനെ ഞങ്ങൾ അങ്ങനെ പോയി ഭസ്മം കഴിച്ചു, ബുദ്ധിമുട്ടിലായി. പ്രിയമുള്ളവരെ, ഇന്ന് ജനം ന്യൂജനിലേക്ക് പോകുന്നുവെങ്കിൽ, അവർ കുഴഞ്ഞിരിക്കുന്നുവെങ്കിൽ, ചിന്നിയെങ്കിൽ, സ്തോത്രം, ഈ കള്ളപ്രവാചകന്മാരുടെ അടുക്കിലേക്ക്, ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളുടെ അടുക്കിലേക്ക് ഇവർ പോകുന്നതിന്, ഈ പോകുന്നവരെല്ലാം കുഴഞ്ഞവരാണ്, ചിന്നിയവരാണ്. വീണ്ടും വായിക്കാം, മത്തായി 9:36. സ്തോത്രം. അവനവരെ ഒന്ന്, അവർക്ക് ഇടയനില്ലാത്ത ആട്, ദൈവത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കുന്നവരില്ല. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു ഭാഗത്തുമാണത്, അവർ ദ്രവ്യാഗ്രഹികളായി കൗശലത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ച് ജനത്തെ വാണിഭമാക്കുകയാണ്. ജനത്തെ വിൽക്കുക. ജനങ്ങളുടെ പക്കൽ നിന്ന് പണം, അവരുടെ ആദായം വല്ലാതെ കൈപ്പറ്റുന്നെങ്കിൽ വരുന്ന ജനത്തിന് ഒരു സമാധാനമില്ല. ഈ വരുന്ന ജനത്തിന് സ്വസ്ഥത ശാന്തിയൊന്നുമില്ല. അങ്ങനെ ജനം കുഴഞ്ഞും ചിന്നിയും ഇരിക്കുന്ന അതേ കാലഘട്ടം, കർത്താവിന്റെ കാലഘട്ടം പോലെ ഇന്നുമായിരിക്കുക. വീണ്ടും വായിക്കാൻ, കർത്താവ് ജനത്തെ കാണുമ്പോൾ അവർ ചിന്നിയവരും ചിതറിയവരുമായിരുന്നു. അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. സ്തോത്രം. പ്രിയമുള്ളവരെ, മഹാദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് പറയുകയാണ്, ഇനി കുഴഞ്ഞും ചിന്നിയും പോകേണ്ട കാര്യമില്ല, വചനത്തിലേക്ക് മടങ്ങിവാ. ദൈവമായ കർത്താവ് ആശ്വാസത്തിന്റെ വചനങ്ങളെ നൽകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രവാചകന്മാർ എന്ത് ചെയ്യും? വായിക്കാം, മത്തായി 24-ാം 11-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള പ്രവാചകന്മാർ എന്ത് ചെയ്യും? രണ്ട് ഭാഗങ്ങളോട് വായിച്ച നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയോട് അവസാനിപ്പിക്കും. സ്തോത്രം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അവർ വരുന്നത് എന്തിനാ? തെറ്റിക്കാനാ. അകമേ കടിച്ചു കീറുന്ന ചെന്നായാണെങ്കിൽ പിന്നെ ഗുണമാക്കാനാണോ? അല്ല. കള്ളപ്രവാചകന്മാർ ഒരാളല്ല, പലരും വരും. അത് കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകിമാരും ഈ വേഷത്തിൽ വരും. അവർ വന്ന് എന്ത് ചെയ്യും? അവർ അനേകരെ തെറ്റിക്കും. അവർ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു. അവിടെ എന്ത് പറ്റും? അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. പ്രിയമുള്ളവരെ, നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതിയിലേക്ക് തെറ്റായ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയും പ്രസ്ബിറ്ററിയും എടുക്കുന്ന തീരുമാനം കൊണ്ട് അധർമ്മം പെരുകയുള്ളൂ, അനേകരുടെ സ്നേഹം തണുത്തു പോകും. വടക്കൻ ജില്ലകളിൽ ഇന്നൊരു കർത്തദാസൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞതാണ്, ദേവദാസനെ ഒരു പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കാൻ ചെന്നു. ആ സെന്റർ അല്ലെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് ആരാണെന്ന് പറയുന്നില്ല, AG-ക്കാര് സെക്ഷൻ എന്നാ പറഞ്ഞ, IPC-ക്കാര് സെന്റർ എന്ന് പറയും, ഷാരോൻകാര് ഡിസ്ട്രിക്ട് എന്ന് പറയും, ചർച്ച കോഡും അങ്ങനെ പറഞ്ഞു തോന്നുന്നു, അറിയില്ല. ഏതുമാകട്ടെ, അങ്ങനെ ഒരു കൂട്ടര് അവരുടെ സെക്ഷൻ അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് 500 രൂപ അവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി നൽകുമായിരുന്നു. 500 രൂപ കൊണ്ട് വാടക കൊടുക്കാൻ പറ്റും. ഒരു കുടുംബം, ശുശ്രൂഷനും കുടുംബം പോകും. എങ്കിലും ആ ദൈവദാസൻ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നും പുരോഹിതനാകാൻ പോയ കുപ്പായം ഊരി വന്ന മനുഷ്യൻ തന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവിന് വേണ്ടി ശക്തമായി ആ സ്ഥലത്ത് പ്രവർത്തിപ്പാനിടയായി. ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു വന്നു. സ്നാനം നടക്കാൻ തുടങ്ങി. മർത്തോമക്കാരനായ ഒരു പ്രൊഫസർ, യാക്കോബക്കാരായ പലര്
അങ്ങനെ ഇതര സമുദായസ്ഥര്, ഹൈന്ദവർ എന്ന് വേണ്ട ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അത് കണ്ട് ഹാലിളകിയ ഈ ആട്ടും തോലിട്ട ചെന്നാതെ ആടിന്റെ വേഷം ആട്ടും തോലിട്ട് അകത്ത് ചെന്നായായ ഒരു മനുഷ്യൻ അവിടുത്തെ പ്രസ്ബിറ്ററിയിലുണ്ടായിരുന്നു, ശുശ്രൂഷകന്മാരുടെ കൗൺസിലുണ്ടായിരുന്നു. കൗൺസിലിൽ സഹോദരന്മാരോട് കാണും. ഇത് പ്രസ്ബിറ്ററി എന്ന് പറയുമ്പോൾ ശുശ്രൂഷകന്മാർ മാത്രം കൂടുന്ന സംവിധാനമാണ്. അദ്ദേഹം അവിടുത്തെ സെക്ഷൻ പ്രസ്ബിറ്ററെ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററെ വല്ലാതെ സ്വാധീനിച്ചു പറഞ്ഞു, അവനെ അവിടുന്ന് മാറ്റണം. ആരെയാ? ഈ പ്രവർത്തിച്ചു വരുന്ന ദൈവദാസനെ അവിടുന്ന് മാറ്റണം. സമയമായിരിക്കാം, 3 വർഷമായില്ലേ, ഇനി അവിടെ പ്രവർത്തിക്കണ്ട. അവിടെ സ്ഥലം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു, പല കാര്യങ്ങൾ ചെയ്തു, പ്രവർത്തനങ്ങൾ നടക്കുന്നു, സ്നാനം നടക്കുന്നു. വേലവിശാലിലേക്ക് വരുമ്പോൾ ഒരാട്ടിൻ തോലിട്ട് ചെന്നായിക്ക് തോന്നി ആ കർത്തദാസിനെ അവിടുന്ന് മാറ്റണമെന്ന്. പ്രസ്ബിറ്ററി വന്നു, അല്ലെങ്കിൽ സെക്ഷനിൽ വന്നു, കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ഈ സെൻട്രൽ പാസ്റ്റർ അല്ലെങ്കിൽ പ്രസ്ബിറ്റർ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ട്രാൻസ്ഫർ ആണ്. അവർ അയ്യോ ഇവിടെ എന്തിനാ? ആ സഭയിലെ വിശ്വാസികൾ ഈ സെൻട്രൽ പാസ്റ്ററെ പ്രസ്ബിറ്ററെ പോയി കണ്ടു. അദ്ദേഹം അന്നേരം അടിയന്തര പ്രസ്ബിറ്ററി വിളിച്ചുകൂട്ടി, ശുശ്രൂഷകളില്ലാതെ. എന്നിട്ട് അവർ ഈ ആട്ടിൻതോട് ചെന്നായി പറഞ്ഞു, ഞങ്ങളാണ് 500 രൂപ തരുന്നത്, അതുകൊണ്ട് 500 രൂപ തരുന്ന ഞങ്ങൾ പറയുന്ന അനുസരിക്കണം, ശുശ്രൂഷകൻ മാറിപ്പോകണം. ആ വിശ്വാസികൾ പറഞ്ഞു, ദൈവദാസനെ അവരുടെ 500 രൂപ വേണ്ട, ഞങ്ങൾ തരാൻ കാശ്, നമുക്ക് വേറെ ആൾ തുടങ്ങാം. ആ ദൈവദാസൻ പറഞ്ഞു, ഞാനൊരു പ്രസ്ഥാനത്തിന് കീഴിൽ നിൽക്കുന്നതായതുകൊണ്ട് പ്രസ്ഥാനം പറഞ്ഞ് എനിക്ക് അനുസരിക്കേണ്ടതുകൊണ്ട് ഞാൻ മാറുകയാണ്. അദ്ദേഹം അവിടുന്ന് മാറി. സ്നാനപ്പെടാൻ വന്ന മർത്തമ്മക്കാരും യാക്കോബക്കാരും തിരികെ പള്ളികളിലേക്കും പോയി. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പല മറ്റിടങ്ങളിലേക്ക് ചേക്കേറി. ഒത്തിരി പേര് വിശ്വാസം വിട്ടുപോയി. ഇന്ന് വരെ ഏകദേശം 28-30 വർഷമാകുന്ന ഈ സംഭവം നടന്നിട്ട് ഇന്ന് വരെ ഈ പറയപ്പെട്ടവരാരും ദൈവകൃപ അനുഭവിക്കുന്നില്ല, വിശ്വാസം വന്നിട്ടില്ല. ഈ ആട്ടിൻ തോലിട്ടൊരു ചെന്നായി ആ പ്രസ്ബിറ്ററിക്കകത്തുണ്ടായിരുന്ന ഒറ്റ കാരണത്താൽ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആ പറഞ്ഞ കർത്തദാസനെ ഇപ്പൊ വീണ്ടും ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര പ്രവർത്തിനും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞാണ്, സക്കറിയ പാസ്റ്ററെ, അന്ന് അവിടെ പ്രവർത്തനമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ദേശത്തെ കീഴടക്കുവാനായിട്ട് സാധിക്കും, ആ ദേശം വിടുവിക്കപ്പെട്ടേനെ. പക്ഷെ ഈ ആട്ടിൻതോളിന്റെ ചെന്നായി സമ്മതിച്ചില്ല. അകമേ കടിച്ചു കീറുന്നവനാണ്, പുറമേ ചിരിച്ചു കാണിച്ചു. നിങ്ങളെന്ന പോലെ ഞാനും ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, കർത്തൃമേശം മുറിച്ചു കൊടുക്കുന്നവനാണ്, സ്നാനപ്പെടുത്തുന്നവനാണ്. പക്ഷെ ഇതാണ്, അവൻ അനേകരെ തെറ്റിക്കും, അതുകൊണ്ട് അധർമ്മം പെരുകും, അനേകരുടെ സ്നേഹം വിശ്വാസം നഷ്ടമാകും. യേശു കർത്താവ് പറഞ്ഞാണ്, കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന അനേക അധർമ്മം പെരുകുന്നതോട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അപ്പോൾ ചോദിച്ചേക്കാം, എങ്ങനെ ഇവരെ മനസ്സിലാക്കുന്നത്? അതാ നമ്മൾ ആദ്യം വായിച്ച 7-ാം അധ്യായത്തിന്റെ 17 വാക്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 17 വാക്യങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. 16-ാമത്തെ വാക്യം വായിച്ചു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ. അപ്പൊ ചോദിക്കും, ഞങ്ങൾ എങ്ങനെ ഇവരെ തിരിച്ചറിയും? ദൈവദാസനെ, എങ്ങനെ ഇവരെ തിരിച്ചറിയും? ഈ പറഞ്ഞ വേഷം കണ്ടാൽ എല്ലാം പാസ്റ്റർമാരാ, എല്ലാം വിശ്വാസികളാണ്. ഇപ്പൊ പിന്നെ വ്യത്യാസം വന്നു. രാഷ്ട്രീയക്കാർ തോറ്റുപോകുന്ന തരത്തിലാണ് മുണ്ടും ഷർട്ടുമായിട്ട് നടക്കുന്നത്. വടിക്കമ്പെന്നൊക്കെ പറഞ്ഞു അതുപോലത്തെ രീതിയിലുള്ള ഷർട്ടും മുണ്ടും ഒക്കെ ആയിട്ടാണ് ശുശ്രൂഷ വേദികൾ, കൺവെൻഷൻ പ്രാസിംഗിൽ ഇതര ആള് നിൽക്കുന്നത്. കേരള കോൺഗ്രസുകാർ തോറ്റുപോകും. ആ തരത്തിലാ മുണ്ട് ഉടുത്ത് ഷർട്ടുമായിട്ട് നിൽക്കുന്നത്. എങ്ങനെ തിരിച്ചറിയും? ലോകരെ പോലെ മീശക്കാരായി മാറി. എങ്ങനെ തിരിച്ചറിയും? ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് കർത്താവ് പറയുകയാണ്. എങ്ങനെ തിരിച്ചറിയുന്നേ? അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. ഈ പറച്ചിലുകൊണ്ട് മാത്രമല്ല, ഫലങ്ങളാൽ. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാവുമോ? ഞെരിഞ്ഞിൽ ഒരു വേറെ പ്രത്യേക വൃക്ഷമാ. അതിൽ നിന്ന് അത്തിപ്പഴം ഉണ്ടാവും. അത്തിപ്പഴം സർവ രോഗ സംഹാരിയ. മുന്തിരി നല്ല ഒരു ദാഹശമനിയും അതുപോലെ ആനന്ദദായകം നൽകുന്നതാ. ചോദിക്കുക, മുള്ളിൽ നിന്ന് മുന്തിരി ഉണ്ടാകുമോ? ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം ഉണ്ടാകുമോ?
നല്ല വൃക്ഷമൊക്കെയും നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കും, നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം ആകാത്ത ഫലം. ഈ പറിച്ചു കഴിയുമ്പോൾ ആകാത്ത ഫലം കായ്ക്കുന്നുവെങ്കിൽ അറിയാം ഇത് കള്ളപ്രവാചകരാ. സ്തോത്രം. അവരെ തിരിച്ചറിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നു പുതിയ നിയമത്തിൽ. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ അവരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. സഭയ്ക്ക് ദൂത എഴുതുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ 1 മുതൽ. ഏത് സഭക്കാരാ? 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. എഫെസോസ് സഭ വലിയ പ്രയാസ പ്രതികൂലങ്ങളിൽ വന്ന വല്ലാത്ത ഒരു സംവിധാനമുള്ള സഭയായിരുന്നു അതുകൊണ്ട്. ആ ദേശത്തെ ആളുകൾ, അവിടെ നിന്നാണ് ആളുകൾ വിശ്വാസം വന്നത്. അർത്തമീസ് മഹാദേവിയെ ഭജിച്ചു വന്നവരാ. ഭൂലോകം മുഴുവൻ ഭജിക്കുന്ന ആ ദൈവത്തിന്റെ പുറകെ പോയവരാണ് അവർ. എന്നാൽ അവരെ കുറിച്ച് എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുന്നത്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ പ്രവൃത്തിയും പ്രയത്നം അറിയുന്നു. സഹിഷ്ണുത കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. കൊള്ളരുതായ്മ ചെയ്യുന്ന, കൊള്ളരുതാത്തത് ആത്മീയ കൂടാരത്തിൽ ആത്മീയ ഗ്രഹത്തിൽ ചെയ്യുന്നവരെ നിനക്ക് സഹിച്ചുകൂടാ. ഇന്നെല്ലാവരും സഹിക്കുക. കള്ളവോട്ടിടുന്നവരെ, കള്ളപ്രവചനം പറയുന്നവരെ, എന്തെല്ലാം കള്ളത്തിന് സഭയ്ക്കകത്ത് ചെയ്യാമോ, കള്ള എഴുത്തെഴുതുന്നവരെ, കള്ള ഒപ്പിടുന്നവരെ, കള്ളപ്രമാണം ചെയ്യുന്നവരെ, കള്ളക്കേസ് കൊടുക്കുന്നവരെ, ഇവരെ മുഴുവൻ സഭ സഹിക്കുക. എഫെസോസ് സഭയുടെ പ്രത്യേകത അവരെ നിങ്ങൾ കള്ളന്മാരെ, കൊള്ളരുതാത്തവരെ, സകല കൊള്ളരുതായ്മയും ചെയ്തിട്ട് സഭയ്ക്കകത്ത് കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. അടുത്ത പറഞ്ഞ പ്രവാചകന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരല്ല അല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരാണ്, ഞങ്ങൾ പാസ്റ്റർമാരാണ്, ഞങ്ങൾ പ്രവാചകന്മാരാണ് എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. നീ പരീക്ഷിച്ചു. ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അവരെ പരീക്ഷിക്കാം. ദൈവം ചില ഭാഗം അടുത്ത പ്രാവശ്യം നീ അവരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടതും മതി. നീ പരീക്ഷിച്ചപ്പോൾ കള്ളന്മാരത് കണ്ടു. അങ്ങനെയെങ്കിൽ ഇവരെ കണ്ടെത്താനുള്ള മാർഗമെല്ലാം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്നും ഇവരെങ്ങനെയായിരിക്കുമെന്നും കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗോ ത്രൂ ദ ബൈബിൾ. ദൈവവചനത്തിലൂടെ പോകൂ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവാനിടയായി ചെയ്യും. അതിനധികമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ എക്സ്റോസ് മീഡിയ മിനിസ്ട്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ബാബു, അദ്ദേഹത്തോടുള്ള പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നവർ, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇത് ഷെയർ ചെയ്യുന്നവർ, എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന അവിടുത്തെ വചനം, ശാസനത്തിന് ഗുണീകരണത്തിന് ഉതകുന്നതായ അവിടുത്തെ വചനം അവിടുന്ന് ഒരു പ്രാവശ്യം കൂടെ ജനത്തെ കേൾപ്പിച്ചതിനായി സ്തോത്രം. യൂദ അപ്പോസ്തലൻ അതിഭാരത്തോടെ നിലവിളിച്ചു പറഞ്ഞല്ലോ, നിങ്ങളുടെ പക്കൽ ഒരിക്കലായി ഭരമേൽപ്പിന് വിശ്വാസം വേണ്ടി പോരാടണമെന്ന്. കർത്താവേ, അങ്ങ് ഭൂമിയിലായിരുന്നു പറഞ്ഞല്ലോ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണമെന്ന്. വെളിപ്പാട് പുസ്തകത്തിലെ എഫെസോസ് സഭക്കാരെ കുറിച്ച് അവിടുന്ന് പറഞ്ഞല്ലോ, കള്ളന്മാരെന്ന് കണ്ടു, അവർ പരീക്ഷിച്ചു. ഈ ദിവസങ്ങളിൽ ഞങ്ങളും അങ്ങനെ അയച്ചിരുവാൻ തിരുമേനി കൃപയുമാറാണ്, പരീക്ഷിപ്പാൻ കൃപയുമാറാണ്. എസ്രായിക്ക് നെഹമ്യാവിനുണ്ടായതുപോലെ ദൈവകൃപ അടിയങ്ങളുടെ പേരും കർത്താവ് പകരമാറാണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു മൂലപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കണമേ. ഗോഡ് ബ്ലെസ് യു ആൾ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.